കടുവയും കരടിയും ഈ രണ്ട് വന്യമൃഗങ്ങളെ പേടിച്ചാണ് ഇപ്പോൾ ശരിക്കും വയനാട്ടുകാരുടെ ജീവിതം എന്ന് പറയുന്നത്. സുൽത്താൻ ബത്തേരിക്കടുത്ത് ചൂരിമല CC പ്രദേശങ്ങളിൽ വളർത്തു മൃഗങ്ങളെ വേട്ടയാടിയ കടുവ ഇന്ന് പുലർച്ചെയാണ് വനംവകുപ്പിന്റെ കൂട്ടിലായത്. ബത്തേരി ടൗണിനടുത്ത് കരടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാട് കയറ്റിയ കരടി തിരിച്ചിറങ്ങിയതാണ് എന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കമൽ നമ്മുടെ കൂടെയുണ്ട്. കമൽ, എനിക്ക് തോന്നുന്നു വയനാട്ടിൽ നിന്ന് ഇപ്പോൾ കമൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാടിലാകുന്നു എന്നതിനെ കുറിച്ചാണ്. ആ കരടിയെക്കുറിച്ചുള്ള വാർത്തയും ഇന്ന് രാവിലെ കടുവ കൂട്ടിലായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. സ്ഥിരം ഇങ്ങനെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണല്ലേ. ഈ കരടിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ കാട് കയറ്റിയിട്ടും പിന്നീട് ഇറങ്ങുകയാണ്. അത്രത്തോളം പേടിച്ചാണല്ലേ അവിടുത്തെ ജീവിതം. എന്ത് ചെയ്യാൻ പറ്റും? പൂജ, വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന സംഭവം ഓരോ ദിവസവും കൂടി വരികയാണ്. കടുവയുടെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേക സീസൺ ആകുമ്പോൾ, ഈ ഡിസംബർ ജനുവരി ആകുമ്പോൾ കടുവകൾ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അത് ഓരോ വർഷവും 3ഉം 4ഉം കോൺഫ്ലിക്ട് ടൈഗേഴ്സിന്റെ ഇഷ്യൂ ആണ് വരുന്നത്. കോൺഫ്ലിക്ട് ടൈഗർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കാട് വിട്ട് നാട്ടിലിറങ്ങി വന്യജീവികളെ വേട്ടയാടുമ്പോഴാണ് അതിനെ കോൺഫ്ലിക്ട് ടൈഗർ എന്ന് വനംവകുപ്പ് വിളിക്കുന്നത്. അത്തരത്തിൽ 4ഉം 5ഉം ഒക്കെ കടുവകൾ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അവയെ കൊണ്ടുവിടാൻ പലപ്പോഴും സ്ഥലമില്ല. ഇപ്പോൾ ഹോസ് സ്പേസ് എന്നൊരു സ്ഥലത്താണ് കടുവകളെ പാർപ്പിക്കുന്നത്. അതൊരു സെമി വൈൽഡ് ആയിട്ടുള്ള സംവിധാനമാണ് കുപ്പാടി കാട്ടിനുള്ളിൽ. അവിടെ 5 കടുവകൾക്കാണ് സൗകര്യമുള്ളത്. 6 കടുവ ഓൾറെഡി ഉണ്ട്. ഇന്ന് പിടിച്ച കടുവയെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബാഗേരിയിൽ നിന്ന് പിടിച്ച കടുവയെ തൃശൂർ മൃഗശാലയിലേക്കാണ് മാറ്റിയത്. പക്ഷേ എല്ലാ തവണയും അങ്ങനെ മൃഗശാല അധികൃതർ കടുവയെ സ്വീകരിക്കണമെന്നില്ല. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു ടൈഗർ സഫാരി പാർക്ക് തുടങ്ങുന്ന കാര്യം വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. അതിനൊരു സ്പെഷ്യൽ ഓഫീസറെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ ഈ പിടിക്കുന്ന കടുവകളെ അങ്ങോട്ട് കൊണ്ടിടാമെന്നാണ് കരുതുന്നത്. അതിന് പിന്നാലെയാണ് ഈ കരടിയുടെ പ്രശ്നം. കരടിയുടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസമൊക്കെ. വെള്ളമുണ്ട, പനമരം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയതാണ്. അതിനുശേഷം കാട്ടിൽ കയറ്റി വിട്ടു വനം വകുപ്പ്. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും ബത്തേരി കോടതി വളപ്പിലും കോളിയാടിയിലും ഒക്കെ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ആദ്യം വനം വകുപ്പ് കരുതിയത് ഈ കരടി അബദ്ധത്തിൽ കാട് വിട്ട് ഇറങ്ങി നാട്ടിലെത്തിയതാണെന്നാണ്. പക്ഷെ ഇപ്പോൾ കാട്ടിൽ കയറ്റി വീണ്ടും വരുന്നതോടെ സംശയം ഉയരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സ്ഥിരമായി ഇങ്ങനെ നാട്ടിലിറങ്ങിയ ഒരു കരടിയെ പിടികൂടിയിട്ടുണ്ടോ, അതിനെ അതിർത്തിയിൽ എവിടെയെങ്കിലും റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് കേരള വനം വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്വഭാവമാക്കിയ കരടിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരു തവണ കാട്ടിലെത്തിയിട്ട് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും നാട്ടുകാരുടെ ഭീതി അകലുന്നില്ല, വനം വകുപ്പിന്റെ തലവേദനയും തീരുന്നില്ല.